ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് മൃഗങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഈ കാള പൂട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ പോത്ത് കൂട്ടുന്ന സമയത്ത് പുഴയിലൊക്കെ നമ്മൾ പുഴയിലൊക്കെ പോത്തിനെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെയൊക്കെ പുറകെ പോയിരുന്നു. പിന്നെ നാട്ടിലുള്ള നമ്മളൊരു കവലയിലാണ് ജനിച്ചത് ആക്ച്വലി. അപ്പോൾ അവിടെ ധാരാളം നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു നായയെ. അപ്പോൾ അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നായ വീട്ടിൽ വരും, അപ്പോൾ ഭക്ഷണം കൊടുക്കും, അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഈ മൃഗങ്ങളോടൊക്കെ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഈ വെറ്റിനറി കോളേജിൽ എത്തുന്നതും വെറ്റിനറി കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ മൃഗസംരക്ഷണ വകുപ്പിലേക്ക് വരുന്നത്. ഈ രാത്രി കാലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ധാരാളമായിട്ട് ഇപ്പോൾ നാഷണൽ ഹൈവേയിലൂടെ വരികയാണെങ്കിൽ ഈ നായ്ക്കളൊക്കെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന കാണാം. ഈ നായ്ക്കളെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും? അപ്പോൾ ഈ റിഫ്ലക്റ്റീവ് നെക്ക് കോളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു സഹായമാകുമെന്ന് മനസ്സിലാക്കി. ഈ സാഹചര്യത്തിലാണ് വെറ്റ്ക്യൂർ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് വരുന്നത്. ഇത് നായ്ക്കളുടെ കഴുത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ അകലിൽ നിന്ന് വരുന്ന വണ്ടികളുടെ ലൈറ്റ് അടിച്ച് ഇത് പെട്ടെന്ന് നമുക്ക് നായ്ക്കളെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടത്തിൽ നിന്ന് ഈ നായ്ക്കളെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും. ഇതൊരു വലിയ ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന സമയത്താണ് ഈ KV തോമസ് സാറിനെ നമ്മൾ പരിചയപ്പെടുന്നത്. അദ്ദേഹം നായ്ക്കളോടൊക്കെ വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം എല്ലാ ദിവസവും നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു. അതൊരു വളരെ ഇന്നോവേറ്റീവായിട്ടും പൊതുവേ ഈ നായ്ക്കളുടെ ശല്യം ആ പ്രദേശത്തെ ഇല്ലാതെയാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കൊരു പ്രചോദനമാണ്. മൃഗസംരക്ഷണ വകുപ്പിലേക്ക് വന്നപ്പോഴാണ് കേരളത്തിൽ മൊത്തമുള്ള മൃഗങ്ങളെക്കുറിച്ചും അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും ഡോക്ടർമാരെക്കുറിച്ചും പബ്ലിക്കിനെക്കുറിച്ചൊക്കെ ധാരാളം ഇഷ്യൂസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായ സമയത്ത്, പ്രത്യേകിച്ച് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഡയറക്ടറായ സമയത്താണ് കുറച്ചുകൂടി വളരെ ഡീപ്പായിട്ട് ഈ മൃഗങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ മൃഗങ്ങളെ വളർത്തുന്ന ആളുകളുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ, മൃഗാശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, അവരുടെ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ പല കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ റേബീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റേബീസിൻ്റെ ഔട്ട് ബ്രേക്ക് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നാട്ടിൻപുറത്ത് കണ്ടു കഴിഞ്ഞാൽ ധാരാളം നായ്ക്കൾ കടിച്ചുകൊണ്ട് അപകടം ഉണ്ടാകുന്നു. കുട്ടികൾ നായ ഓടിച്ച് കിണറ്റിൽ ചാടിക്കുന്നു, കുട്ടികൾ മരിക്കുന്നു. അങ്ങനെ ധാരാളം സൊസൈറ്റിയിൽ വളരെ കൂടുതൽ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കൃത്യമായ നമുക്കൊരു ലക്ഷ്യബോധത്തോട് ഇതൊക്കെ തടയാനായിട്ട് കഴിയും. ഇതിനൊരു ഡേറ്റ വേണം. ഏത് സമയത്താണ് നായ ഏറ്റവും കൂടുതൽ കടിച്ചിട്ടുള്ളത്, ഏത് ഏജിലുള്ള ആളുകളെയാണ് നായ ഏറ്റവും കൂടുതൽ കടിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ധാരാളം രോഗങ്ങൾ വരുന്നു. ഈ രോഗങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ്, എപ്പോഴാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കൃത്യമായ ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്കത് ഫോർകാസ്റ്റ് ചെയ്യാം. ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു നല്ലൊരു സൊല്യൂഷൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് കിട്ടുന്നതാണ്. പലതരത്തിലുള്ള മീറ്റിങ്ങുകളും പല സെമിനാറുകളും ഇതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളമായിട്ടുള്ള ഇൻഫർമേഷൻ ഇതുപോലെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ കൃത്യമായിട്ട് ലഭ്യമാക്കാൻ വേണ്ടി ഒരു പ്രത്യേക സംവിധാനം നമുക്ക് എന്തായാലും ആവശ്യമാണ്. പ്രത്യേകിച്ച് മൃഗസംരക്ഷണ മേഖലയിൽ യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ഒരു സോഫ്റ്റ്വെയർ ഇല്ല എന്നും സൊല്യൂഷൻസ് കണ്ടെത്താൻ കഴിയില്ല എന്നും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പല ഡോക്ടർമാരുടെയും അഭിപ്രായം അനുസരിച്ച് നമ്മൾ ഈ ഡോക്ടർമാരുടെ ഒരു സഹായത്തിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് സൊല്യൂഷൻ കാണുന്നതിനും ആവശ്യമുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഈ ആലോചനയുടെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ മൃഗാശുപത്രികൾക്ക് ആവശ്യമുള്ള വെറ്റ്ക്യൂർ എന്ന ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ വെറ്റ്ക്യൂർ എന്ന ആപ്ലിക്കേഷൻ കൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെറ്റിനറി ഡോക്ടർമാരെ നിലവിലുള്ള ബിസിനസ് കൂടുതൽ കാര്യക്ഷമവും എഫക്റ്റീവും ആയി മുന്നോട്ട് പോവുകയും ഒരു നല്ല ബാലൻസ് ചെയ്ത ഒരു ബിസിനസ്സായിട്ട്, ലാഭകരമായിട്ടുള്ള ബിസിനസ്സായിട്ട്, കൂടുതൽ ആളുകൾക്ക് ഗുണം കിട്ടുന്ന ഒരു ബിസിനസ്സായിട്ട് ഇത് വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ഈ സൊല്യൂഷൻ ഉപകരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ആളുകളുമായിട്ടുള്ള ഡോക്ടർമാരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ ഈ പ്രോജക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ മൃഗസംരക്ഷണ മേഖലയ്ക്ക് പൊതുവെ ഒരു ഉത്തേജനവും ഒരു ഉണർവും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ആദരണീയനായ
രത്തൻ ടാറ്റ വളരെ നല്ലൊരു മൃഗസ്നേഹിയായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ബോംബെയിലെ അദ്ദേഹത്തിൻ്റെ മൃഗാശുപത്രി തന്നെ ഇതിനൊരു ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. മൃഗസംരക്ഷണ മേഖലയിലും പൊതുവെ ഈ മൃഗങ്ങൾക്കും ധാരാളം ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ സംരംഭങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.